ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡേറ്റ റിസോൾവേഴ്സിൻ്റെ എറർ ഹാൻഡ്ലിംഗ് തന്നെയാണ്. അത് റൗട്ടർ ഈവൻസ് വെച്ചിട്ട് എങ്ങനെയാണ് എററിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതും ഏകദേശം ഒരു ഗ്ലോബൽ എറർ ഹാൻഡ്ലിങ്ങിന് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. അതായത് ആപ്പ് ഞാൻ ആ പർട്ടിക്കുലർ റൗട്ടർ ഔട്ട്ലെറ്റിനകത്ത് ആ പർട്ടിക്കുലർ നാവിഗേഷൻ നടക്കുന്നതിനകത്ത് എവിടെയൊക്കെ നാവിഗേഷൻ എറർ അടിക്കുന്നു, അത് എന്തൊക്കെ നാവിഗേഷൻ എറർ അടിക്കുന്നു, അതെല്ലാം അവിടെ തന്നെ വരും. പക്ഷെ ഇത് ഗ്ലോബൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ടെസ്റ്റഡ് നാവിഗേഷൻ്റെ കേസിൽ ഇത് വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പം ഇവിടെ ഞാൻ ഗ്ലോബലി എന്ന് പറയാൻ കാരണം ഞാൻ app.ts തന്നെയാണ് ഇട്ടേക്കുന്നത്. app.ts വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യം റൗട്ടർ ഈക്വൽ ടു ഇൻജെക്ട് ഓഫ് റൗട്ടർ എടുക്കുക. അതിനുശേഷം ലാസ്റ്റ് URL ഈക്വൽ ടു സിഗ്നൽ ഓഫ് MD സ്ട്രിംഗ് കൊടുക്കുക. അതിനുശേഷം നാവിഗേഷൻ എറർ മെസ്സേജ് എറർ ഡോളർ എന്ന് വേണമെങ്കിൽ ഇടുക. ഈ തൽക്കാലത്തേക്ക് എറർ ഡോളർ ഈക്വൽ ടു this dot router dot events dot pipe. പൈപ്പിനകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൈപ്പിനകത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഈവൻസിനെ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യുക, അതുപോലെ തന്നെ ഈവൻറ്റിനെ നാവിഗേഷൻ ഈവൻ്റ് ആയിട്ട് എടുക്കണം. ഈ ഈവൻറ്റിൻ്റെ ഇവിടെ വന്നിട്ട് ഈസ് നാവിഗേഷൻ എറർ. Event is navigation error is equal to event instance of navigation error എന്ന് കൊടുത്തു. അതിനുശേഷം ഇത് മാപ്പ് ചെയ്യാൻ പോവാണ്. event എന്ന് പറയുന്നത് നാവിഗേഷൻ എറർ ആണ് ഇവിടെ വരുമ്പോൾ. This dot URL is equal to event dot URL return event എന്ന് പറഞ്ഞ് കൊടുക്കാം എനിക്ക് വേണമെങ്കിൽ. പക്ഷേ ഇവിടെ ലാസ്റ്റ് URL is equal to event dot URL എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ URL വരുന്നത്? അപ്പം നിങ്ങളുടെ ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് അങ്ങനെ കിടക്കട്ടെ. നിങ്ങളുടെ ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൺസോൾ ലോഗ് ഈ ഈവൻറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് കൺസോൾ ലോഗ് ചെയ്ത് കാണിക്കാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എന്താണ് എഴുതുന്നതിന് എന്നൊരു ഊഹം കിട്ടത്തുള്ളൂ. ഇവിടെ വന്നു, എറർ പേജിലേക്ക് പോയി, ഞാൻ എറർ 1 അടിക്കാൻ പോവാണ്. എറർ 1 അടിച്ചു, എറേഴ്സ് എല്ലാം കളഞ്ഞു. നമുക്ക് ഹുക്കിൻ്റെ അവിടെ എറർ വന്നിട്ടുണ്ട്. നാവിഗേഷൻ എറർ ആണ് നമ്മൾ കൺസോൾ ലോഗായിട്ട് വരുന്നത്. നാവിഗേഷൻ എററിൽ കൺസോൾ ലോഗായിട്ട് വരുമ്പം ഓക്കെ, ഇവിടെ നമ്മൾ ഒബ്സർവബിൾ ആയിട്ട് കൊടുത്തത് കൊണ്ട് അത് വർക്ക് ആവില്ല. അത് വർക്ക് ആവണമെങ്കിൽ ടു സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ടു സിഗ്നൽ കൊടുത്ത് ടു സിഗ്നൽ ഇനിഷ്യൽ വാല്യൂ ഈക്വൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ എറർ 1 അടിക്കുകയാണ്. പിന്നെയും ഡീബഗർ പോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഹോപ്പ്ഫുള്ളി കൺസോൾ ലോഗ് ഓക്കെ. ഇപ്പം നമുക്ക് കൺസോൾ ലോഗിൽ വാല്യൂ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു എറർ ഫംഗ്ഷൻ ഉണ്ട്. ഈ നാവിഗേഷൻ എററിനകത്ത് എറർ ഓബ്ജക്റ്റ് ഉണ്ട്. ആ എറർ ഓബ്ജക്റ്റിനകത്ത് കോഡും മെസ്സേജും സ്റ്റാക്കും വരുന്നുണ്ട്. അതുകൂടാതെ നാവിഗേഷൻ എറർക്കകത്ത് ഒരു ID വരുന്നുണ്ട്, ടാർഗറ്റ് വരുന്നുണ്ട്, ടൈപ്പ് വരുന്നുണ്ട്, URL വരുന്നുണ്ട്. ഈ URLനെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് നാവിഗേഷൻ എറർ event dot error dot message എന്ന് വന്ന് റിട്ടേൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു റീട്രൈ ഈവൻറ്റ് റീട്രൈ നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. this dot
if URL ഉണ്ടെന്നുണ്ടെങ്കിൽ if URL this dot router dot navigate by URL of URL എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് nav എറർ, ഇപ്പോൾ ഇത് ഒബ്സർവബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ഡോളർ മാറ്റി, nav എറർ എടുത്തു. അതിനുശേഷം app.html വന്നതിന് ശേഷം if nav error not equal to empty string h2 style red navigation error എന്ന് പറയുന്ന nav error കൊടുത്തു. അതിനുശേഷം ബട്ടൺ ക്ലിക്ക് ഈക്വൽ ടു റിട്രൈ, എന്തായിരുന്നു നമ്മളുടെ പേര് കൊടുത്ത്, റീട്രൈ നാവിഗേഷൻ. അത് നമ്മളിവിടെ എടുത്തു കൊടുത്തു. ഇവിടെ നമ്മൾ റീട്രൈ നാവിഗേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഒരു മിസ്സിങ്, ഇതിനകത്തൊന്നും മിസ്സിങ് ഇല്ലല്ലോ. ഓക്കെ, അറ്റഫ് nav എററിൻ്റെ അവിടെ ഒരു ബ്രേസസ് വേണം, ഇവിടെ nav എററിൻ്റെ അവിടെ ഒരു ബ്രേസസ് വേണം. ഓക്കെ, ഇതിനുശേഷം ഞാൻ ഇവിടെ എറർ 1 കൊടുക്കുകയാണ്. ലെറ്റ് സി, കാരണം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ URL ഇല്ല. cannot match any URL segment route navigation. പിന്നെയും അതിനോട് route navigation അടിക്കുകയാണ്. പിന്നെയും ആ സെയിം എറർ തന്നെ നമുക്ക് വരും. നമ്മുടെ കേസിൽ ഇത് എത്ര റീട്രൈ ചെയ്താലും നമുക്ക് എറർ തന്നെ വരും, കാരണം നമ്മൾ എറർ സിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കുള്ള സിനാരിയോയിൽ നമ്മളൊരു നാവിഗേഷൻ ചിലപ്പോൾ രണ്ടാമത്തെ തവണ ഉള്ള നാവിഗേഷനിൽ ഡേറ്റ ഫെച്ച് ചിലപ്പോൾ സക്സസ് ആകുകയും നമുക്ക് ഡേറ്റ കിട്ടുകയും ചെയ്യും. ഇത് ഇനി നമ്മൾ ഡേറ്റ റിസോൾവേഴ്സിൻ്റെ എററാണല്ലോ അടിക്കാൻ വന്നത്. ഡേറ്റ റിസോൾവേഴ്സിൻ്റെ എററാണ് ഞാൻ ഇനി ചെയ്യുന്നത്. നാവിഗേഷൻ എറർ, ഡേറ്റ ഫെച്ച് എറർ, നമ്മളവിടെ സിമുലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എററാണ് അതവിടെ വന്നിരിക്കുന്നത്. അതായത് app.route.ts നമ്മളൊരു ഡേറ്റാസ് അവിടെ നിന്ന് എറർ ത്രൂ ചെയ്തിട്ടുണ്ട്. ത്രൂ എറർ ഡേറ്റ ഫെച്ച് എറർ എന്ന് പറഞ്ഞിട്ട് ആ എററാണ് അവിടെ വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡേറ്റ റിസോൾവേഴ്സ് ഹാൻഡിൽ ചെയ്യാം എന്നറിയാം. ഇനി ഒരു ഹാൻഡ്ലിംഗ് മെത്തേഡ് കൂടെ ഉണ്ട്. അത് വളരെ സിമ്പിളാണ്, അതിനൊരു വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് മൂന്നാമത്തെ മെത്തേഡ്, അതായത് തന്നെത്താനെ റിസോൾവേഴ്സിൽ തന്നെ എങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. റിസോൾവേഴ്സിനകത്ത് തന്നെ ഇതിനകത്ത് ഇവർ ചെയ്തേക്കുന്ന ക്യാച്ച് എറർ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്സർവബിളിൻ്റെ RxJS ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ഒബ്സർവബിൾ ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ട്രൈ ക്യാച്ച്, നമ്മുടെ കേസിലാണെങ്കിൽ ട്രൈ ക്യാച്ചോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ജസ്റ്റ് ഒരു ഡമ്മി കോഡാണല്ലോ എഴുതിയേക്കുന്നത്. അതുകൊണ്ടുകൂടെയാണ് എനിക്കത് എഴുതാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇൻ കേസ് ഓഫ് എ ഡേറ്റ ഫെച്ച് ക്യാച്ച് എറർ വെച്ചിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ന്യൂ റീഡയറക്ട് കമാൻഡ് എന്ന് പറഞ്ഞിട്ട് router.pass_URL/users എന്ന് പറഞ്ഞിട്ടാണ് അവർ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ക്യാച്ച് ഇട്ടതിന് ശേഷം ഈ എൻ്റെ സാധനം ഞാൻ ട്രൈയിലോട്ട് കൊണ്ടുപോയി. എററിന് അവരെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ന്യൂ റീഡയറക്ട് കമാൻഡ് ഓഫ് router.pass ഓഫ്, ഇപ്പോൾ നമ്മൾ മെയിൽ പുറത്ത് വന്നിട്ട് constant router equal to inject of router എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇതിനകത്ത്
router dot parse URL of error എന്ന് പറഞ്ഞു കൊടുത്തു. എറർ കൊടുക്കണ്ട, നമുക്ക് വേണ്ട സ്റ്റുഡൻറ് കൊടുക്കാം. കാരണം എല്ലായിടത്തും നമ്മൾ എറർ തന്നെയല്ലേ കൊടുത്തു. നമുക്ക് വേറെ ഒരെണ്ണം കൊടുത്ത് നോക്കാം സ്റ്റുഡൻറ്, കാരണം ഇത് വർക്കിംഗ് ആണോ നമുക്ക് അറിയണമല്ലോ. സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്നിട്ട് user.101fp എന്ന് കൊടുത്തു. എറർ ത്രോ ചെയ്ത ഡേറ്റ ഫെച്ച് എറർ ത്രോ ചെയ്തിട്ടുണ്ട്. അത് ക്യാച്ച് ചെയ്യുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. റീഡയറക്റ്റിംഗ് സ്റ്റുഡൻറ് ബോക്സിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നത് നാവിഗേഷൻ കൺസേൺ എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഈ നാവിഗേറ്റിംഗ് ഇപ്പം റൗട്ടർ ഡോട്ട് കറണ്ട് ദിസ് ഡോട്ട് റൗട്ടർ ഡോട്ട് കറണ്ട് നാവിഗേഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ ഈസ് നാവിഗേറ്റിംഗ് എന്ന് പറയും. അതിനെ നമുക്ക് ലോഡിംഗ് ബാറിലോട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റേണ്ടി വരും. അതുകൂടെ നമുക്ക് ചെയ്ത് ഡാറ്റ റിസോൾവേഴ്സ് ക്ലോസ് ചെയ്യാം. അപ്പം അത് നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ എറർ എടുത്ത് കളയാം, കാരണം നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അയ്യോ, എറർ എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട് എടുത്ത് കളഞ്ഞത്. യൂസർ ഡേറ്റ ഡോട്ട് ഫൈൻഡ് ഓഫ് യൂസർ ഐ ഡി, നമ്മുടെ യൂസർ ഡേറ്റ എന്നുള്ള ഡേറ്റ തന്നെ അവിടെ ഫെച്ച് ചെയ്ത് വരട്ടെ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മൾ ഇവിടുന്ന് നേരെ യൂസർ ഡോട്ട് ടി എസിലേക്ക് പോകുന്നു. യൂസർ ഡോട്ട് ടി എസിൽ പോയിട്ട് നമുക്ക് റൗട്ടർ ഇഞ്ചക്ട് ചെയ്യണം. ഇത് ഞാൻ ആസേജ് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം, 2 ലൈനല്ലേ ഉള്ളൂ. റൗട്ടർ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കമ്പ്യൂട്ടഡ് ആയിട്ട് this dot router dot current navigation എന്ന് പറഞ്ഞു കൊടുത്തു. negation this dot router dot current navigation അകത്ത് current navigation എന്ന് പറയുന്നത് is a signal of current navigation object when the router is navigated and null when idle. അതായത് അതായത് ഐഡിൽ ആയിരിക്കുമ്പോൾ നള്ളായിരിക്കും, നാവിഗേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് നാവിഗേഷൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. The current navigation to becomes to null after navigation end event is emitted. anyway നമ്മൾ ഇതിനകത്ത് നെഗേഷൻ എന്ന് പറയുമ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാവിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ദിസ് റൗട്ടർ ഡോട്ട് കറണ്ട് നാവിഗേഷൻ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് atf നാവിഗേഷൻ ഇൻ പ്രോസസ് എന്ന് കൊടുത്തു. ഊഹം ശരിയാണെങ്കിൽ അതവിടെ വരില്ല, നമുക്കത് കാണിക്കാം. ഇതിവിടെ അല്ല വരേണ്ടത്, ആപ്പ് ഡോട്ട് ടി എസിലായിരിക്കണം വരുന്നത്, കാരണം ഇങ്ങോട്ട് നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആപ്പ് ഡോട്ട് ടി എസിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം ഞാനത്. is navigating computed if is navigation in progress. അതിനുശേഷം പെട്ടെന്ന് നാവിഗേറ്റ് ആയി വരുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഒരു വഴിയുള്ളത് സെറ്റ് ടൈം ഔട്ട് കൊടുക്കുക എന്നുള്ളതാണ്. app.route.ts വന്നിട്ട്
set timeout of simulate ചെയ്യാൻ കുറച്ച് പാടാണിത്. യൂസർ വർക്ക്സ് കിടക്കുന്നു. ഞാൻ സ്റ്റുഡൻറ്റിൽ കിടന്നിട്ട് ഒരു സെക്കൻഡിലേക്ക് നാവിഗേഷൻ വന്ന് പോകുന്നത് കാണുന്നുണ്ട് ഇപ്പം. ഞാനിത് ഇങ്ങോട്ട് വന്നിട്ട് സ്റ്റുഡൻറ്റിലോട്ട് പോകുമ്പം ജസ്റ്റ് സെക്കൻഡ് നാവിഗേഷൻ വന്ന് ഫ്ലാഷ് ആവുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് സിമുലേറ്റ് ചെയ്ത് കാണിക്കാൻ കുറച്ച് പാടാണ് ആക്ച്വലി. എൻ്റെ ഇവിടെ സിമുലേറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാലും അത് വർക്ക് ആവില്ല, കാരണം ഇത് അൺഡിഫൈൻഡ് റിട്ടേൺ ചെയ്ത് പോകത്തതേ ഉള്ളൂ. എനിവേ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആക്ച്വൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ സിനാറിയോ, അത് മനസ്സിൽ വെക്കുക. പിന്നെ ഇത് ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. റിസർവേഴ്സ് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, എറർ ഹാൻഡിൽ ചെയ്യണം, യൂസ് കാഷിംഗ്, കൺസിഡർ നാവിഗേറ്റിംഗ് UX, ഇംപ്ലിമെന്റ് ലോഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ റിസോൾവേഴ്സ് എക്സിക്യൂഷൻ സിൻസ് നാവിഗേഷൻ ഇസ് ബ്ലോക്ക് ഡ്യൂറിംഗ് ഡേറ്റ ഫെച്ചിങ്, സെറ്റ് റീസണബിൾ ടൈം ഔട്ട്, ടൈപ്പ് സേഫ്റ്റി യൂസ് ചെയ്യുക. അങ്ങനെ ബെസ്റ്റ് പ്രാക്ടീസസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. അതൊക്കെ നോക്കുക. അപ്പം ഡേറ്റ റിസോൾവേഴ്സ് ഇവിടെ തീരുകയാണ്. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗാർഡ്സോ അല്ലെങ്കിൽ ഷോ റൗട്ട്സ് വിത്ത് ഔട്ട്ലെറ്റോ ആയിരിക്കും.